ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുഡൂസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ കുറവുകൾ സ്വാഭാവികമായിരിക്കും. അപ്പോൾ അതൊക്കെ എല്ലാവരും ക്ഷമിക്കണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു സൺസ്ക്രീനാണ് കേട്ടോ അപ്ലൈ ചെയ്തിട്ടുള്ളത്. മമാഅർത്തിൻ്റെ ഒരു സൺസ്ക്രീനാണ് കേട്ടോ. ഞാൻ വലിയ ബ്രാൻഡഡ് ഐറ്റംസ് ഒന്നും ഉപയോഗിക്കുന്ന ആളല്ല കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഒട്ട് ഇല്ലതാനും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സൺസ്ക്രീൻ ആദ്യം തന്നെ നല്ല രീതിക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തു കേട്ടോ മുഖത്ത്. ശേഷം ഞാൻ എടുത്തിട്ടുള്ളത് പോൺസിൻ്റെ BB ക്രീമാണ് കേട്ടോ. അതും ജസ്റ്റ് കയ്യിലൊന്ന് ഇതാക്കിയിട്ട് നന്നായിട്ടൊന്ന് മീൻസ് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് ഇതാക്കിയിട്ടാണ് കേട്ടോ മുഖത്ത് തേക്കണത്. ഓവർ മേക്കപ്പ് ഒന്നുമില്ല, എന്നാൽ പിന്നെ ഇത്രയെങ്കിലും ചെയ്യാതെ തുടങ്ങിയത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇട്ടു. നല്ല രീതിക്ക് എല്ലായിടത്തും ആയോ എന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫോണിൽ നോക്കി ഫസ്റ്റ് ടൈമാണ് കേട്ടോ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും എനിക്കുണ്ട്. എനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടായില്ല. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എന്തൊക്കെയോ ശരിയാക്കിയാണ് ഗൈസ് ഞാൻ ചെയ്തത്. അപ്പോൾ നിങ്ങളെൻ്റെ എഫേർട്ട് മനസ്സിലാക്കണം, അതാണ് കേട്ടോ. അപ്പം അതൊക്കെ നന്നായിട്ടിട്ട് മുഖമൊക്കെ ഭയങ്കര അമർത്തി തിരുമ്മി എന്തൊക്കെയോ അടിക്കുകയോ പിടിക്കുകയോ എന്തൊക്കെയോ ചെയ്യണുണ്ട്. ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയില്ല ഗൈസ്. ശേഷം ഞാൻ ചെയ്തിട്ടുള്ളത് കണ്ണാണ് കേട്ടോ. എൻ്റെ മീൻസ് മേക്കപ്പിൽ ഞാൻ ഒരിക്കലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് ഈ കണ്ണെഴുത്താണ് കേട്ടോ. പിന്നെ അത്രയും സമയമില്ലെങ്കിൽ മാത്രം ഞാൻ കണ്ണെഴുതാണ്ട് പോവാറുള്ളൂ. അപ്പം കണ്ണെഴുതുന്നുണ്ട്. പിന്നെ ഇതങ്ങനെ ബ്രാൻഡഡ് സ്റ്റിക്കൊന്നുമല്ല, ഏതോ ഒരു സ്റ്റിക്കാണ്. ഞാനങ്ങനെ ബ്രാൻഡഡ് നോക്കിയൊന്നുമില്ല. ഞാൻ പോവും, കിട്ടുന്നത് മേടിക്കും, അത് തേക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതും കൊണ്ട് കണ്ണിൻ്റെ അടി നന്നായിട്ടൊന്ന് എഴുതുന്നുണ്ട്. നന്നായിട്ടൊന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷം ആ സെയിം സാധനം തന്നെ കണ്ണിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കണ്ണിൻ്റെ മേൽഭാഗം എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. കണ്ണിൽ കുത്താണ്ട് നോക്കണം. എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ ചെയ്താൽ കണ്ണ് സീനാവും. പിന്നെ ഞാൻ ഒരുപാട് ചെയ്താണ് കേട്ടോ എനിക്ക് എക്സ്പീരിയൻസ് ആയത്. വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളല്ല ഞാൻ. അതിന് ശേഷം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഐലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഒരു പൊട്ട് ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത്. മറ്റേ ഒട്ടിക്കുന്ന പൊട്ടുണ്ടെങ്കിൽ ഞാൻ അത് തൊടാറുണ്ട്. പിന്നെ ചില സമയത്ത് ഞാൻ ഐലൈനർ വെച്ചിടും. പിന്നെ ഞാൻ കണ്ണിൻ്റെ മുകളിൽ എഴുതാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നണം, മൂഡ് വേണം, എഴുതണം എന്നുള്ളൊരു മൂഡുണ്ടെങ്കിൽ ഞാൻ കണ്ണിൻ്റെ മുകളിൽ എഴുതുള്ളൂ. ഇന്ന് എനിക്ക് ആ മൂഡില്ലായിരുന്നു ഗൈസ്. സോ ഞാൻ കണ്ണിന് താഴെ മാത്രമേ എഴുതിയുള്ളൂ. അതിന് ശേഷം ഞാൻ ചെയ്തിട്ടുള്ളത് മസ്കാര ഇടുക എന്നുള്ളൊരു ദൗത്യമാണ് കേട്ടോ. അത് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഗൈസ്. ഞാനതൊരു വിധം അതാണ് നിങ്ങളിങ്ങനെ താഴേക്ക് നോക്കിയിരിക്കുന്നതാണ്. ഒരുവിധം എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ കാണിച്ച് തുറന്ന് അതൊക്കെ തീർന്നു. ഏതോ കാലത്ത് മേടിച്ചതാണ്. അതൊക്കെ എൻ്റെ ചില സമയങ്ങളിൽ തോന്നുമ്പോൾ ഒക്കെ ചെയ്യുന്നതാണ് കേട്ടോ. തോന്നിയാൽ ഈ മസ്കാര കാര്യങ്ങളൊക്കെ അല്ല, എല്ലാ ദിവസവും ഞാൻ ചെയ്യാറില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് മേളിൽ മാത്രം ഒന്ന് എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ അറിയുന്ന പോലെ ഞാൻ മസ്കാര ഇട്ട് കൊടുത്തു. അതിന് ശേഷം എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയാണ് കേട്ടോ. മുടി ഓൾറെഡി ഞാൻ ചെടയൊക്കെ കളഞ്ഞ് രാവിലെ എണീറ്റോടെ തന്നെ ചെടയൊക്കെ കളഞ്ഞ് ജസ്റ്റ് ഒന്ന് വെറുതെ കെട്ടി വെച്ചായിരുന്നു. മുടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വലിയ കാർക്കൊന്നുമില്ല ഗൈസ്. പറ്റ ഷോകാണ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം പറ്റ ഷോകാണ്. ഫുള്ള് കൊഴിയലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെപ്പാടെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുടി ഇപ്പോൾ തൊടാനായിട്ട് പേടിയാണ്. എന്നാലും തൊടാതിരിക്കാൻ പറ്റില്ലല്ലോ. മാക്സിമം ഞാൻ കൈ കൊണ്ട് തന്നെ ചെയ്യും. പിന്നെ വൃത്തിയില്ല എന്ന് തോന്നുമ്പോഴും പിന്നെ ഇങ്ങനൊരു വീഡിയോ എടുക്കുകയാണല്ലോ, അതുകൊണ്ട് ഞാൻ ചീപ്പ് ഉപയോഗിക്കുകയാണ് കേട്ടോ. അപ്പം വലിയ ആർഭാടമായിട്ട് ചെയ്യുന്നൊന്നുമില്ല. ജസ്റ്റ് മേൽഭാഗം മാത്രം ഒന്ന് ഒതുക്കി ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു പോണിറ്റെയിലാണ് കേട്ടോ. ഞാൻ സ്ഥിരം മെയിൻലി ഞാൻ യൂസ് ചെയ്യണ ഒരു ഹെയർ സ്റ്റൈൽ ഈ പോണിറ്റെയിലാണ്. അപ്പം തലയിൽ എണ്ണ ഉള്ളതുകൊണ്ട് തല നല്ല ഒതുങ്ങിയിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ബസ്സിലൊക്കെ പോകുമ്പോഴാണേലും ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നതാണ് എനിക്ക് ബെറ്റർ. അപ്പം കെട്ടി മുടി ജസ്റ്റ് ഒന്ന് കെട്ടി അതിന് ശേഷം മുടിയിൽ നിന്ന് ഞാനിങ്ങനെ എന്താ പറയുക ഊരിയെടുക്കുകയാണ്. അത് വേറെ ഒന്നുമില്ല ഗൈസ്, എൻ്റെ മുടി തന്നെയാണ്. കാരണം ഈ മുടി ചീവി കഴിഞ്ഞ് കഴിയുമ്പോൾ അടിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ ഊരി ചീപ്പിൻ്റെ ഉള്ളിൽ തന്നെ താഴെ വെച്ചു. പിന്നെ ഒരു ബണ്ണിട്ട് മുടി നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്തു. അതിന് ശേഷം ഫ്രണ്ടിൽ നിന്നും അവിടെ നിന്നൊക്കെ മുടി ഇങ്ങനെ വീണ് വരുന്നുണ്ടായിരുന്നു. ആ വീണ് വന്നത് പുറകിലേക്കാക്കിയിട്ട് പിന്നെയും ഞാൻ വലിച്ചിടും. അതെന്തിനാണ് ഞാൻ ചെയ്തതെന്ന് എനിക്കറിയില്ല ഗൈസ്. പിന്നെയും ഞാൻ പുറകോട്ടിടും. ഒരു പ്രത്യേകതര അസുഖം, അങ്ങനെ കണ്ട് വിട്ടേക്ക്. അതിന് ശേഷം ഞാനൊരു ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറില്ല. ഒരു ലിപ് ബാം എടുത്തിട്ട്, ലിപ് ബാം എനിക്ക് മസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ലിപ് ബാം ഇല്ലാണ്ടേ പറ്റില്ല. എപ്പോഴും ഞാൻ ലിപ് ബാം ഇടും. അപ്പം കുറച്ച് ലിപ് ബാം എടുത്ത്, ബ്രാൻഡഡൊന്നുമല്ല, ഏതോ ഒരു ലിപ് ബാം. ആ ലിപ് ബാം എടുത്തിട്ട് ഞാനൊന്ന് ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇനി ടാസ്ക് കമ്മൽ. ഞാനൊരു ആവേശത്തിന് 3 സെറ്റ് കാത് കുത്തിയായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ 3 സെറ്റ് കമ്മലിടണം. ഒരേ കമ്മൽ തന്നെയാണ്, അത് 3ആയിട്ട് ഇടണം. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞാൻ ഒരെണ്ണത്തിലിട്ടു, 2 എണ്ണത്തിലിട്ടു, അതിന് ശേഷം 3 എണ്ണത്തിലിട്ടു. അത് മുഴുവൻ ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, എന്നാലും കുറച്ച് നിങ്ങൾ കാണണം.
കുറച്ചെങ്കിലും കാണാണ്ട് പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ കമ്മലിട്ടുകൊണ്ടിരിക്കുന്ന രംഗമാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചെറിയ സ്റ്റഡാണ് എനിക്കിഷ്ടം. പിന്നെ എൻ്റെ കയ്യിൽ എത്ര സ്റ്റഡ് ഉണ്ടെങ്കിലും എൻ്റെ കയ്യിലിരിക്കില്ല. എവിടെയെങ്കിലും ഒന്നെങ്കിൽ അതിൻ്റെ പിരി പോവും, അല്ലെങ്കിൽ അതിൻ്റെ മറ്റേത് പോവും. എല്ലാം കൂടെ പോയി ഞാൻ എന്താ പറയുക, ഞാൻ മടുത്ത് ഗൈസ്. കമ്മൽ മേടിച്ച് ഞാൻ മടുത്തു. അതിന് ശേഷം ഞാൻ എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏകദേശം എല്ലാം കഴിഞ്ഞു. അപ്പോഴാണ് ഗൈസ് ഞാൻ ഓർത്ത ഒരു കാര്യം ഞാൻ ചെയ്തില്ല. സ്പ്രേ അല്ല കേട്ടോ, അത്തറാണ് കേട്ടോ. അത്തർ എടുത്ത് കുറച്ചൊന്ന് നാറരുതല്ലോ, അപ്പുറം എവിടെയും തേക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു സിമ്പിൾ വള, ഒരു ഫാൻസി വള എടുത്തിടുന്നുണ്ട്. ആ വള ഇട്ടതിന് ശേഷം നമ്മുടെ വാച്ച് ഇങ്ങനെ കെട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എനിക്ക് സമയം നോക്കണം, സമയമാവാറായോ എന്നിങ്ങനെ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വാച്ച് ഇടണത്. അപ്പോൾ സമയം നോക്കാനാണ് നിങ്ങളും വാച്ച് ഇടുന്നത് എന്ന് എനിക്കറിയാം. എന്നെ ട്രോളണ്ട. ഞാൻ നോക്കുന്നത് വേറെ രീതിയിലാണ്. പോവാനായോ ഇറങ്ങാനായോ എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്. എല്ലാവരും